നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ 2 എണ്ണൽ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് 5ഉം രണ്ടാമത്തേത് 0വുമാണ്. ആദ്യത്തെ നമ്പറായ 5ന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പഞ്ചപാണ്ഡവർ, പഞ്ചഭൂതങ്ങൾ, പഞ്ചശിരസ്, അങ്ങനെ പോകുന്നു 5ൻ്റെ പ്രത്യേകത. അതോടൊപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ നാഥനായി സങ്കല്പിക്കുന്ന ശിവഭഗവാൻ പ്രധാനമായും 5 പേരുകളിലാണ് അറിയപ്പെടുന്നത്. പരമശിവൻ, ദക്ഷിണാമൂർത്തി, വീരഭദ്രൻ, മൃത്യുഞ്ജയൻ, ഭൈരവൻ. അപ്പോൾ ഈ പറഞ്ഞത് 5ൻ്റെ മഹിമയാണെങ്കിൽ 0ത്തിന് പ്രത്യേക മഹിമയൊന്നും പറയപ്പെടുന്നില്ല. സംസ്കൃതത്തിലെ 0ത്തെ ശൂന്യം എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു വ്യക്തിയെ സങ്കല്പിക്കുക. എന്നിട്ട് ഈ 2 നമ്പറിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ അത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആ വ്യക്തിയെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ മുഖം പതിയുമ്പോൾ തോന്നിക്കുന്ന ആ ഒരു നമ്പർ തന്നെ സെലക്ട് ചെയ്യണം. ഒറ്റ നമ്പറിൽ തന്നെ ഉറച്ചു നിൽക്കണം. അല്ലാതെ മനസ്സ് ചഞ്ചലപ്പെട്ട് മാറി മാറി നമ്പർ സെലക്ട് ചെയ്താൽ ഈ കാര്യങ്ങൾ ശരിയായി എന്ന് വരില്ല. വിശ്വാസത്തോടുകൂടി വേണം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്ത് കാണും എന്ന് കരുതുന്നു. ആദ്യം നമ്പർ 5 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങൾ പറയാം. നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി വാക്കുമാറാത്ത വ്യക്തിയാണ്. അതായത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഇവർ അസത്യം പറയുകയോ അധർമ്മം പ്രവർത്തിക്കുകയോ ഇല്ല. അല്പം എടുത്തുചാട്ടവും മുൻശുണ്ടിയുമൊക്കെ കാട്ടുമെങ്കിലും ഒടുക്കം നിങ്ങളെ ശരിയായി മനസ്സിലാക്കി നിങ്ങളെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. ഇതാണ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നതൊന്ന് നോക്കാം. നിങ്ങൾ ശരിയായ ഈശ്വരപാതയിൽ സഞ്ചരിക്കുന്ന ഒരാളും സത്യസന്ധരുമാണെന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി ധരിച്ചു വച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, നിങ്ങളുമായി ഏത് കാര്യവും ഷെയർ ചെയ്യാനും അവർ മടി കാണിക്കാറില്ല. കാരണം നിങ്ങൾ അത്രമാത്രം വിശ്വസ്തരാണെന്ന കാര്യം ആ വ്യക്തിക്ക് നല്ല പോലെ അറിയാം. നിങ്ങളെ ശരിയായി മനസ്സിലാക്കിയ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാവുന്ന വ്യക്തിയാണത്. അതുപോലെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒരു വ്യക്തിത്വവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുമായി ആ വ്യക്തി പലപ്പോഴും ഇടഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത്രയധികം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്നോണമാണ് നിങ്ങളെ ആ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പറായ 5 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഫലം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ നമ്പറായ 0 തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലം ഒന്ന് നോക്കാം. ആദ്യം ആ വ്യക്തിയെക്കുറിച്ചൊന്ന് പറയാം. അതിനുശേഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന വ്യക്തി ഒരു വാ പോയ കോടാലിയാണ് എന്ന് പറയാം. അതായത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, വായ്ത്തല പോയ കോടാലി എങ്ങോട്ടും കൊത്താം, ആർക്കെന്ത് ഛേദം. ഈ പറഞ്ഞ പോലെ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി. മാത്രവുമല്ല, ഞാനും എൻ്റെ സുഖവും, അതിനാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. ഈ പറഞ്ഞ ഒരു സ്വാർത്ഥത ഇവരുടെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ആരെയും ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ലാത്ത ആളുകളാണിവർ.
എന്നാൽ ഈ വ്യക്തിക്ക് ജന്മനാ കൈവന്നിരിക്കുന്ന ഏറ്റവും വലിയ കഴിവെന്തെന്നാൽ തന്നോടടുക്കുന്ന ആളുകളെ അവരുടെ ബലഹീനത മനസ്സിലാക്കി ചൂഷണം ചെയ്യാൻ ഈ വ്യക്തിക്കുള്ള കഴിവ് അത് മറ്റാർക്കും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചാലേ അവരുടെ കാര്യം നേടുകയുള്ളൂ എന്ന് അവർക്ക് തോന്നിയാൽ ആ വ്യക്തി സെന്റിമെന്റ്സ് ഇറക്കി അവരുടെ കാര്യം നേടിയെടുക്കും. എന്നാൽ നിങ്ങളൊരു തികഞ്ഞ ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ ദൈവത്തെ നന്നായി പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കും എന്ന് തോന്നി ആ രീതിയിൽ നിങ്ങളോട് പെരുമാറാനും അവർ മടിക്കില്ല. പ്രത്യേകം ഓർക്കുക, സംസാരത്തിൽ നല്ല ദയയും കാരുണ്യവും ഈ വ്യക്തി കാണിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ഈ വ്യക്തി യാതൊരു ദയയും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്നല്ല. കാരണം അതിനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഒന്നും ഈ വ്യക്തിക്കില്ല. അഥവാ അങ്ങനെയൊരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഭീരുവായി ഈ വ്യക്തി മാറില്ലായിരുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടി ഈ ഒരു കാര്യത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ഈ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ലാതെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ഇവര്. ആ ഒരു നഗ്ന സത്യം നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയും അവർ നിങ്ങളോട് പെരുമാറിയ രീതിയും ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന, ചില ഭക്ഷണങ്ങളോട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു ഭക്ഷണപ്രിയയായിരിക്കും അല്ലെ ഭക്ഷണപ്രിയനായിരിക്കും നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ആ ഒരു വ്യക്തി. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഒരു ദിവസം രാത്രിയിൽ പറഞ്ഞ കാര്യം രാവിലെ ആവുമ്പോഴത്തേക്കും മാറ്റി പറയുന്ന ഒരു സ്വഭാവമായിരിക്കും. നുണകളുടെ ഒരു കൊട്ടാരം തന്നെയാവും ഇവരുടെ നാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ 0 ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ശരിയായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പലതരത്തിലും മാനസികമായി ഉപദ്രവിക്കുന്ന, മാനസികമായി തളർത്തുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. ഇനി അവര് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് എന്നതൊന്ന് നോക്കാം. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് ഈ ചെപ്പടി വിദ്യകൾ നടപ്പില്ല എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, ആ വ്യക്തി മറ്റുള്ളവരെ പരിധി വിട്ട് ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് എപ്പോഴും ആ വ്യക്തിക്ക് ഒരു വൈരാഗ്യമുണ്ട്, വൈരാഗ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒട്ടുമിക്കപ്പോഴും ദേഷ്യത്തോടും അസൂയയോടും കൂടിയാണ് ആ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് ജീവിക്കുകയും അതിനോടൊപ്പം ആ വ്യക്തിയുടെ സമ്പാദ്യം സ്വന്തം എന്ന മനസ്സിലിരിപ്പോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയധികം ദയയില്ലാത്ത ഒരു സ്വഭാവമാണല്ലോ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ പെരുമാറ്റമാണല്ലോ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് അറിയാം. പക്ഷേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കാത്ത ആ ഒരു നിസ്സഹായാവസ്ഥ മുതലെടുത്ത് പ്രവർത്തിക്കാമെന്ന് അയാൾക്ക് നല്ല ധാരണയുമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി അതിൽ സന്തോഷിച്ച് ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ആ ഒരു വ്യക്തിയോട് എത്ര നാൾ നിങ്ങൾ അടുത്തു നിൽക്കുന്നുവോ അത്രയും നാൾ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് മാത്രമല്ല, നിങ്ങളെ വെച്ച് അയാൾ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് 0 തിരഞ്ഞെടുത്തവരുടെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.